ഇതാണ് ഐഫോൺ 16. കുറച്ച് നാളായിട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒറ്റ ചോദ്യം വരുന്നുള്ളൂ, ശരിക്കും ഈ പുതിയ ഐഫോൺ 16 ഗ്രേറ്റ് ആണോ? ആ ഹൈപ്പിനുണ്ടോ? ചാപ്റ്റർ 1. സോ ചാപ്റ്റർ 1, വാട്ട്സ് ന്യൂ? എന്തൊക്കെ ഐഫോൺ 16 പുതിയതായിട്ടുള്ളത്? ഐഫോൺ 13 ഐഫോൺ 14 പോയപ്പോൾ ലിറ്ററലി ഒന്നുമില്ലായിരുന്നു. ഐഫോൺ 14 15 വന്നപ്പോൾ ഡൈനാമിക് ഐലൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ 15 16 വന്നപ്പോഴോ 2-3 നല്ല ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ട്. 1 ആക്ഷൻ ബട്ടൺ വന്നു, 2 ക്യാമറ ക്യാപ്ചർ ബട്ടൺ വന്നു, 3 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിളിൻ്റെ ചിപ്സെറ്റ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്, 4 ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ബിഗ് ചേഞ്ചസാണ്. ശരിക്കും ഡേ ടു ഡേ ലൈഫിൽ നോട്ടീസ് ചെയ്ത് ചെറിയ ചേഞ്ചസാണ് എന്നെ സർപ്രൈസ് ചെയ്തത്. ഫസ്റ്റ് തിങ് ഇസ് ബാറ്ററി ലൈഫിൽ ഐഫോൺ 16 പ്ലസിനകത്തും സാധാരണ ഐഫോൺ 16ലും എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തോന്നി. ചെറിയായിട്ട് ബാറ്ററി കപ്പാസിറ്റി കൂടിയെങ്കിലും അതിൻ്റെ ന്യൂ ആൻഡ് ലേറ്റസ്റ്റ് ചിപ്സെറ്റ് ഉപയോഗിച്ചപ്പം ശരിക്കും നല്ല പവർ എഫിഷ്യൻ്റായി. രണ്ടാമത്തെ ചേഞ്ച് എനിക്ക് ഡേ ടു ഡേ ലൈഫിൽ നോട്ടീസ് ചെയ്തെന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി ബ്രൈറ്റർ ഡിസ്പ്ലേ. ഐഫോൺ 15 ഡിസ്പ്ലേ പ്ലെൻറ്റി ബ്രൈറ്റ് ആയിരുന്നു, പക്ഷേ ഐഫോൺ 16 ഇതിനെക്കാട്ടി സ്ലൈറ്റ്ലി ബ്രൈറ്റർ ആണ്. അതേപോലെ തന്നെ ഒരുപാട് സമയം ഉപയോഗിക്കുമ്പം എനിക്ക് നോട്ടീസ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ തെർമൽസ് ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നേരം ഗെയിം കളിക്കുകയാണെങ്കിലും മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിലും 4K വീഡിയോസ് എടുക്കുകയാണെങ്കിലും സിനിമാറ്റിക് വീഡിയോസ് എടുക്കുകയാണെങ്കിലും ചൂടാവുന്നില്ല. ഫോൺ 30 വാട്ടിലൊക്കെ കുത്തിയിടുമ്പോൾ എൻ്റെ മാക്കിൻ്റെ ചാർജർ ഉപയോഗിച്ച് കുത്തിയിടുമ്പോൾ ചെറുതായിട്ട് ചൂടാവുന്നുണ്ട്. അല്ലാതെ തെർമൽസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈക്ക് വൈഫൈയുടെ സിഗ്നൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഫോൺ ബ്ലിറ്ററിംഗ്ലി ഫാസ്റ്റാണ്. ഫാസ്റ്റസ്റ്റ് ഡിവൈസ് ഓൺ പ്ലാനറ്റ് എർത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സ്മാർട്ട് ഫോൺ ബേസിൽ. കാരണം ഇവരുടെ പുതിയ ചിപ്സെറ്റ് ഭയങ്കര ഫാസ്റ്റ്, ഗെയിമിംഗ് ആണല്ലോ എന്തുവാണല്ലോ നിങ്ങൾക്ക് ഫുള്ളി പൊട്ടൻഷ്യൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ശരിക്കും നിങ്ങൾ അറിയേണ്ടത് ഇറ്റ്സ് അബൌട്ട് ദ ക്യാമറാസ്. ക്യാമറാസിനെ കുറിച്ച് പറയുമ്പം ടെക്നിക്കലി ആൻഡ് സ്പെസിഫിക് വൈസ് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ചെറിയ പ്രോബ്ലം പറ്റിയത് ഇയേഴ്സായിട്ട് ആപ്പിൾ അവരുടെ ഫോട്ടോണിക് എഞ്ചിൻ ഒരേ പാലറ്റ് അല്ലെ ഒരേ സ്റ്റൈലിലാണ് കൊണ്ടുവന്നത്. ഹൈ HDR, ലെസ് കോൺട്രാസ്റ്റ്, ന്യൂട്രൽ കളേഴ്സ്, ഒരു സ്ലൈറ്റ്ലി വാർമർ ആയിട്ടുള്ള വൈറ്റ് ബാലൻസ്, അതേപോലെ തന്നെ ഭയങ്കര പ്ലീസിങ് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ഫോട്ടോസും സ്റ്റൈൽസും ഒക്കെയാണ്. പക്ഷേ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഐഫോൺ 15 കിട്ടുന്നതും 14 കിട്ടുന്നതും 13 കിട്ടുന്നതും. ഏറ്റവും വലിയ പ്രശ്നം എനിക്കതൊന്നുമല്ല. നിങ്ങൾക്ക് 15 എടുത്ത പടവും 16 എടുത്ത പടവും സൈഡ് ബൈ സൈഡ് വെച്ചാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിനുപരി നിങ്ങൾക്ക് 16 പടം ഇച്ചിരി കൂടെ ഇഷ്ടപ്പെടണമെന്നുമില്ല. ഓൾമോസ്റ്റ് ഒരേ ടൈപ്പ് ഓഫ് ഇമേജസ് രണ്ടിലും കിട്ടുന്നത്. വീഡിയോ സൈഡിലും അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഓൾമോസ്റ്റ് ക്യാമറ സ്പെസിഫിക്കലി ആൻഡ് ടെക്നിക്കലി ഭയങ്കര അപ്ഗ്രേഡ് ഉണ്ടെങ്കിലും വീഡിയോസിനകത്തും ഫോട്ടോസിനകത്തും അവരുടെ ആ സെയിം സിമിലർ സ്റ്റൈലിസ്റ്റിക് അപ്രോച്ചാണ് ഇപ്പോഴും അവർ കീപ്പ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നമേ എനിക്കുള്ളൂ. പക്ഷേ 2 കിടിലം സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുമ്പം അവനകത്ത് ടോൺ സ്പെസിഫിക്കലി എന്നെ കണക്കുള്ള ഫോട്ടോഗ്രാഫി ഗീക്സ്, ഫോട്ടോസ് എടുക്കാൻ താല്പര്യമുള്ളവർ, ഫോട്ടോസ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, അതിന് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ടോൺ ഭയങ്കര നൈസാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഷാഡോസിന് എത്രത്തോളം ടോൺ പുഷ് ചെയ്യണം, ഹൈലൈറ്റ്സിന് എത്രത്തോളം നിങ്ങൾക്ക് ടോൺ പുഷ് ചെയ്യണം, ഭയങ്കര ഒരു സ്റ്റൈലിസ്റ്റിക് ഫിലിമിക് ടൈപ്പ് ഓഫ് ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും, ഫിലിം ടൈപ്പ് ഓഫ് ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതൊരു സാധാരണ പോയിൻ്റ് ആൻഡ് ഷൂട്ട് എപ്പോഴും ചെയ്യുന്നൊരു ആൻറ്റിക് ആംഗിളിനോ യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ പ്രോബബ്ലി നോ, ജസ്റ്റ് സെയിങ്. പക്ഷേ ഗുഡ് ടു നോ, ടോൺ യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് അത് നല്ലൊരു ഫീച്ചറാണ്. രണ്ടാമത്തെയാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഒരു ഗെയിം ചേഞ്ചറാണ്. അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് അവരുടെ AI ആൽഗോരിതം എല്ലാം വെച്ച് നമ്മുടെ വോയിസ് ഒരുപാട് രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതിനകത്ത് സ്റ്റുഡിയോ മോഡൊക്കെ നമുക്ക് ഇട്ടാൽ ഓരോ വീഡിയോസ് എടുത്ത് അതിനകത്ത് എഡിറ്റ് പോയി വോയിസ് സ്റ്റുഡിയോ മോഡ് ഇട്ടാൽ ജെനുവിൻലി ഗൈസ് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈക്കിനകത്ത് റെക്കോർഡ് ചെയ്തതിനാണെങ്കിലിരിക്കും അവരുടെ ആൽഗോരിതം പക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കട്ട് ചെയ്യും, ഹിസ്സും ഹൈസും ലോസും മിഡ്സും ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ സിനിമാറ്റിക് മോഡുണ്ട്, ഒരുപാട് 2-3 മോഡുണ്ട്. ബട്ട് സ്റ്റുഡിയോ മോഡ് ജസ്റ്റ് സൂപ്പർബ്, ഗുഡായിട്ട് വർക്ക് ചെയ്യും. സോ ഗൈസ്, ഈ ഫോൺ 73,000 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചേക്കുവാണ്. ലിറ്ററലി ഞാൻ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇതുപോലത്തെ സീൽ കട്ടും ഓപ്പൺ ബോക്സും ദുബായിൽ നിന്നൊക്കെ ഇറക്കിയ ഫോൺ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ABC മൊബൈൽസ് പട്ടത്തിനെ കോൺടാക്ട് ചെയ്യുക. താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ലിറ്ററലി നിങ്ങൾക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എടുക്കാനെങ്കിൽ. ഈ 2 സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ഒഴിച്ച് എനിക്ക് തോന്നുന്നില്ല ക്യാമറാസിനകത്ത് ഈ ഒട്ടും ഭയങ്കര ചേഞ്ചസ് ഉണ്ടെന്ന്. അൾട്രാ വൈഡിനകത്ത് ചെറുതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, ഷാർപ്നെസ്, ഡീറ്റെയിൽസ്, കളേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഓവറോൾ അവരുടെ സ്റ്റൈലിസ്റ്റിക് അപ്രോച്ചും ഫോട്ടോസും ഒക്കെ കഴിഞ്ഞ വർഷത്തെ ഭയങ്കര സിമിലറാണ് വീഡിയോസിൻ്റെ കാര്യത്തിൽ. ചാപ്റ്റർ 4, ക്യാപ്ചർ ബട്ടൺ.
ശരിക്കും ഇതിനെക്കുറിച്ച് എനിക്കൊരു അനാലജി പറഞ്ഞു തുടങ്ങാനുള്ളത്. ടെസ്ലയുടെ സ്റ്റിയറിംഗ് വീൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇറ്റ്സ് സ്ക്വയറിഷ് ആണ്, ഇറ്റ് ഇസ് മോർ ആക്യുറേറ്റ്, അത് ഇച്ചിരിയുടെ പ്രിസിഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ വർഷങ്ങളും മസിൽ മെമ്മറീസ് നമുക്ക് ഹ്യൂമൻസിൻ്റെ റൗണ്ട് സ്റ്റിയറിംഗാണ്. അതുകൊണ്ട് ആൾക്കാർ ആക്ച്വലി അത് ഇംപ്രൂവ്ഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജികളും പ്രിഫർ ചെയ്യത്തില്ല. അതേപോലെ തന്നെയാണ് എനിക്ക് ക്യാപ്ചർ ബട്ടൺ തോന്നിയത്. ക്യാപ്ചർ ബട്ടൺ ഒരു ഗുഡ് അഡീഷനാണ്, ബട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല ഓണസ്റ്റ്ലി. ഒന്നാമത്തെ ഏറ്റവും വലിയ ഗ്രേ എന്ന് പറയുമ്പോൾ അത് ഫിഡിലി ആൻഡ് ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റാണ്. അത് കറക്റ്റായിട്ടൊരു പ്ലേസ്മെൻറ്റും അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ രണ്ടിനും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, ലാൻഡ്സ്കേപ്പ് മോഡിലും പോർട്രേറ്റ് മോഡിലും കൂടെ രണ്ടിനും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ രണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീൻ സ്പേസിൽ അത് കൊടുത്തേക്കുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രോബ്ലം. ഞാൻ ഉപയോഗിച്ച iPhone 16 Plus ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹാർഡാണ് റീച്ച് ചെയ്യാൻ. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഇൻകൺസിസ്റ്റൻറ്റ് ടാപ്സ്. 70-75% ആക്യുറസി ഉള്ളൂ. ഓരോ വട്ടം ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴും സൂം ഇൻ ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് തോന്നുന്നില്ല അത് ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ടു യൂസ് ആണ് ശരിക്കും. ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് കൺസേൺ. ക്യാപ്ചർ ബട്ടൺ നല്ലൊരു അഡീഷനാണ്, പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലത്തിന് അത് സോൾവ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മുടെ ഹ്യൂമൻസും നമ്മളെല്ലാവരും സൂം ചെയ്യാനും ടോൺ മാറാനും ക്യാമറ സെറ്റിങ്സിനെല്ലാം ഫിംഗേഴ്സ് സ്ക്രീനിൽ യൂസ്ഡ് ആയിപ്പോയി. അതിൻ്റെ കൂടെ തന്നെ ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് യൂസ് ടു ആവാനും. യൂസ് ടു ആയാൽ തന്നെ ഞാൻ യൂസ് ടു ആയാൽ തന്നെ എനിക്കത് വീണ്ടും യൂസ് ചെയ്യണമെന്നില്ല. ടോൺസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് മേ ബി ടോൺസ് സ്ലൈഡ് ചെയ്യാനും ഷാഡോസ് ഹൈലൈറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ട്രസ്റ്റ് മീ, ഇതൊരു നല്ല രീതിയിലല്ല അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു റിഫൈൻമെൻറ്റ് അല്ലെ പോളിഷിങ്ങോ അതിൻ്റെ പ്ലേസ്മെൻറ്റോ അതിൻ്റെ പ്രഷർ സെൻസിറ്റിവിറ്റിയും എല്ലാം എന്നെ സംബന്ധിച്ച് ചെറുതായിട്ട് ഓഫായിട്ട് തോന്നി. സോ ക്യാമറ ക്യാപ്ചർ ബട്ടൺ ഒരു നല്ല എഡിഷൻ ആണോ എന്ന് ചോദിച്ചാൽ മേ ബി ചിലവർക്ക് വർക്കൗട്ട് ആവും. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് മെജോറിറ്റി ഓഫ് ആൾക്കാർ വിൽ സ്റ്റിക്ക് ടു ഡിസ്പ്ലേയിൽ കൈ വെച്ച് സ്ക്രോൾ ചെയ്യണം. അതാണ് സേഫ്. സോ ഗൈസ്, ചാപ്റ്റർ 5 സാക്രിഫൈസസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 90 Hz അല്ലെങ്കിൽ 120 Hz ഡിസ്പ്ലേനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. വേറെ ഒരു രീതിയിൽ നിങ്ങൾ ഇവിടെ വലുതായിട്ടൊന്നും സാക്രിഫൈസ് ചെയ്യില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു കിടിലൻ ക്യാമറ സിസ്റ്റം കിട്ടുന്നുണ്ട്, ബെസ്റ്റ് പെർഫോമിംഗ് ഫോണാണ്, നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ, കിണ്ണം ബാറ്ററി ലൈഫ്, ആപ്പിളിൻ്റെ ആ കിടിലം OS എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിക്കെല്ലാം കൊണ്ടും നിങ്ങൾ മേജർ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് ആ ഹൈ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേയിൽ മാത്രമാണ്. അതിൻ്റെ കൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം വൈഫൈ സ്പീഡ് ഉൾപ്പെടെ ആൻറ്റന ബാൻഡ്സ് ഉൾപ്പെടെ ഇത് ഫുള്ളി സ്പെക്ഡ് അപ്പ് സാധനമാണ്. iPhone 14 iPhone 15 എനിക്ക് തോന്നുന്നു നല്ലൊരു അപ്ഗ്രേഡ് iPhone 16. അതുകൊണ്ട് iPhone 16 a ഗുഡ് അപ്ഗ്രേഡ് എന്നെ സംബന്ധിച്ച്. യെസ്, ഇത് നല്ലൊരു അപ്ഗ്രേഡാണ് ശരിക്കും. നിങ്ങൾക്ക് ആ 90 Hz അല്ലെ 120 Hz ഡിസ്പ്ലേ യൂസ് ടു അല്ല, അല്ലെങ്കിൽ അത് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതൊരു സോളിഡ് ബൈ ആണ്. നിങ്ങൾക്ക് പുതിയ അഡീഷൻ ഓഫ് കളേഴ്സ് ഉണ്ട്, ഇത് ഭയങ്കര ഡിസ്റ്റിങ്റ്റ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഡിസൈൻ ഉണ്ട്, കയ്യിൽ ഒതുങ്ങിയിരിക്കും, വെയിറ്റ് ഒക്കെ നല്ലോണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുണ്ടാക്കിയത്, ഒരു വെൽ ബിൽഡ് നല്ലോണം ഓർഗനൈസ് ചെയ്തുണ്ടാക്കിയ നല്ലോണം ചിന്തിച്ചുണ്ടാക്കിയ ഒരു ഡിവൈസ്. അതേപോലെ തന്നെ ഒരുപാട് ഇൻറ്റേർണൽ എഞ്ചിനീയറിംഗ് ഓട്ടോ ആപ്പിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് റിപ്പയറബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതേപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർ ആഡീഷനും ആക്സസും ഒക്കെ നിങ്ങൾക്ക് iOS 18.1 കൊണ്ട് വരുന്നുണ്ട്. ആൻഡ് ആപ്പിൾ ഇൻ്റലിജൻസ്, അതാണ് എനിക്ക് സാക്രിഫൈസിനെ കുറിച്ച് പറയാനുള്ളത്. ലിറ്ററലി ഞാനൊരു പ്രൊഡക്റ്റ് എന്താ പറയുക ഇൻ ഹാൻഡ് യൂസ് ചെയ്തതിനെ കുറിച്ച് പറയത്തില്ല, പക്ഷേ ആപ്പിൾ ഇൻ്റലിജൻസ് iPhone 16 ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പം പ്രോബബ്ലി നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം ആപ്പിൾ ഒരു പ്രോമിസ് വെച്ചാൽ അത് നല്ലോണം അവർ കീപ്പ് ചെയ്യും. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ആപ്പിൾ ഒരു കാര്യം അവരുടെ സോഫ്റ്റ്വെയറിൽ എപ്പോഴും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഗൂഗിളിനെക്കാട്ടിയും സാംസങ്ങിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടായിരിക്കും. അതുകൊണ്ട് ഫിംഗേഴ്സ് ക്രോസ്ഡ് എനിക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ആവുന്ന നല്ല വിശ്വാസമുണ്ട്. വാങ്ങിക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഹൈ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ ഒരു ഇഷ്യൂ അല്ല എങ്കിൽ ഞാൻ പറയുമ്പോൾ ദിസ് ഈസ് എ ഗ്രേറ്റ് ബൈ. എനിക്ക് തോന്നുന്നു ആപ്പിൾ കുറേ നാളായി അവരുടെ ബേസ് ലൈൻ ഓഫ് ഐഫോൺസിനകത്ത് നല്ല വാല്യൂ എസ്പെഷ്യലി സോഫ്റ്റ്വെയർ എഡിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഗ്രേറ്റ് കിടിലം, എനിക്കൊന്നും പറയല്ല. ഐ എം വെരി ഹാപ്പി. സോ വാങ്ങിച്ചോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. പക്ഷേ ക്വസ്റ്റ്യൻ ഇത്തിരിയുടെ മാറ്റി ചിന്തിക്കാം. iPhone 16 Plus എടുക്കണോ, അതോ ഇതേ പ്രൈസിൽ ഇപ്പോൾ മാർക്കറ്റിൽ iPhone 15 Pro ഇറങ്ങുന്നുണ്ട്, അതെടുക്കണോ? Hey guys, Sree here. Talk to you guys later.